ഇന്നത്തെ വീഡിയോ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒന്നല്ല, പുരുഷന്മാരും കൂടി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. വെറുതെ ഇരിക്കുമ്പോൾ കരച്ചിൽ വരിക, ഇത് കുഞ്ഞിനെതിരെയാണ് തോന്നുന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന അമ്മമാരെ പറ്റി. അസുഖം ഉണ്ട് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. പ്രസവിച്ച ശേഷം എല്ലാ അമ്മമാരും വിഷമങ്ങൾ അനുഭവിക്കും എന്നുള്ള ഒരേ ഡയലോഗിന് മുന്നിൽ പലരും സഹായം തേടാൻ കൂടെ മടി കാണിക്കാറുണ്ട്. എൻ്റെ പ്രഗ്നൻസി കോംപ്ലിക്കേഷന്റെ സമയത്ത് ഞാനും അനുഭവിച്ച ഒന്നാണ് ഈ പോസ്റ്റ്പാർട്ടം ബ്ലൂസ്. മൂഡോഫായി ഇരിക്കുന്നതിന് അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. ഹലോ എവരിവൺ, നമസ്കാരം ടു ഓൾ ഓഫ് യു. ഇറ്റ്സ് മീ ഡോക്ടർ ശ്രുതി ജ്യോതിസ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒന്നല്ല, പുരുഷന്മാരും കൂടി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രസവം, പ്രഗ്നൻസി എന്നൊക്കെ പറയുന്നത് സ്ത്രീകളുടെ മാത്രം ഏരിയ അല്ല, അതിൽ പുരുഷന്മാർക്കും പങ്കുണ്ട്. അധികം ചർച്ച ചെയ്യപ്പെടാത്തതും എന്നാൽ ഒട്ടേറെ പ്രാധാന്യം അർഹിക്കപ്പെടുന്നതുമായ ഒരു ടോപ്പിക്കാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പോസ്റ്റ്പാർട്ടം ബ്ലൂസ് അഥവാ ഡിപ്രഷൻ. ഭൂരിഭാഗം അമ്മമാരും പ്രസവശേഷം ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. പോസ്റ്റ്പാർട്ടം ബ്ലൂസ്, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്നിങ്ങനെ മൂന്നായിട്ട് പ്രസവശേഷമുള്ള മെൻ്റൽ ഡിസോർഡറിനെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം, പോസ്റ്റ്പാർട്ടം ബ്ലൂസ് ആൻഡ് ഡിപ്രഷൻ, അമ്മയ്ക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയും, സിംറ്റംസ് അറിയുകയാണെങ്കിൽ. പക്ഷെ അവസാനത്തെ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് അമ്മയ്ക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയില്ല, കാരണം അസുഖം ഉണ്ട് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. പോസ്റ്റ്പാർട്ടം ബ്ലൂസും ഡിപ്രഷനും എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്നിരുന്നാൽ കൂടി തനിക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാതെ ഒരുപാട് അമ്മമാർ വിഷമം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നുള്ളത് പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. ഇതിൻ്റെ കൂടെ തന്നെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയൊരു ധാരണ കൂടി ഞാൻ പറയുന്നുണ്ട്. എക്സാക്റ്റ് ട്രീറ്റ്മെൻറ്റ് മരുന്നുകളൊന്നും ഇതിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മളിതിനെ സമീപിക്കേണ്ടതെന്നുള്ളതും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പ്രസവിച്ച ശേഷം എല്ലാ അമ്മമാരും വിഷമങ്ങൾ അനുഭവിക്കും എന്നുള്ള ഒരേ ഡയലോഗിന് മുന്നിൽ പലരും സഹായം തേടാൻ കൂടെ മടി കാണിക്കാറുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെയാണ് സിംറ്റംസ്, എങ്ങനെ ഇവ മൂന്നും തരംതിരിച്ചറിയാം എന്ന് നോക്കാം. ഇതിൽ ആദ്യത്തേത് പോസ്റ്റ്പാർട്ടം ബ്ലൂസ് അഥവാ ബേബി ബ്ലൂസ്. പ്രസവിച്ച് ആദ്യത്തെ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ വിത്തിൻ ഡേയ്സ് അമ്മയ്ക്ക് അനുഭവപ്പെടുന്ന ഒന്നാണ് ബേബി ബ്ലൂസ്. എൻ്റെ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ്റെ സമയത്ത് ഞാനും അനുഭവിച്ച ഒന്നാണ് ഈ പോസ്റ്റ്പാർട്ടം ബ്ലൂസ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് സ്ഥിരതയില്ലാത്ത മൂഡാണ്. അതായത് പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് കരച്ചിൽ, സന്തോഷം പെട്ടെന്ന് വരും, എല്ലാം മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സിംറ്റം, കാരണങ്ങളില്ലാതെ തന്നെ കരച്ചിൽ വരും. വെറുതെ ഇരിക്കുമ്പോൾ കരച്ചിൽ വരിക, എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് വരെ പെട്ടെന്ന് കരയുക. അതുപോലെ ലോ മൂഡ്, വിഷാദമായ മനോഭാവം, അത് 2 ആഴ്ചയിൽ കൂടുതൽ നീളുന്നതല്ലെങ്കിൽ അത് പോസ്റ്റ്പാർട്ടം ബ്ലൂ ആണ്. അടുത്തത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. പോസ്റ്റ്പാർട്ടം ഡിപ്രഷനും പോസ്റ്റ്പാർട്ടം സൈക്കോസിസും ഡെലിവറിക്ക് ശേഷം 4 ആഴ്ചയ്ക്കുള്ളിലാണ് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഡിപ്രഷനെ പറ്റി ആദ്യം പറയാം. ഇതിലും ലോ മൂഡാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷെ അത് 2 ആഴ്ചയിൽ കൂടുതൽ നീളുന്നതാണെങ്കിലേ നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുള്ളൂ. അടുത്ത സിംറ്റം ഗിൽറ്റാണ്. അതായത് താൻ എന്തോ ഒരു അപരാധം ചെയ്തു എന്നുള്ള തോന്നൽ, ഞാൻ എന്തോ ഒരു കുറ്റക്കാരിയാണ് എന്നൊക്കെയുള്ള തോന്നൽ. സാധാരണ എൻജോയ് ചെയ്തിരുന്ന കാര്യങ്ങൾ ആസ്വദിക്കാൻ കഴിയാതെ വരിക. അതുപോലെ ഭാവിയെക്കുറിച്ചൊരു പ്രതീക്ഷയില്ലായ്മ, ഹോപ്പ്ലെസ്നെസ്. പിന്നെ ഒരു നിസ്സഹായാവസ്ഥ, ഹെൽപ്ലെസ്നെസ്, ആരോട് സഹായം ചോദിക്കണം എന്നറിയില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല. അതിൻ്റെ കൂടെ താൻ ഒന്നിനും കൊള്ളില്ല എന്നുള്ള തോന്നലും, വർത്ത്ലെസ്നെസ്. ചില എക്സ്ട്രീം കേസസിൽ അമ്മമാർ സൂയിസൈഡ് അറ്റംപ്റ്റ്സ് വരെ നടത്താറുണ്ട്. അതുകൊണ്ടാണ് ഇത് കണ്ടുപിടിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞത്. കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരും, അതുപോലെ ഭയങ്കരമായ ക്ഷീണം ശരീരത്തിന് വരും. ഈ സിംറ്റംസ് ഒക്കെ നമുക്ക് പോസ്റ്റ്പാർട്ടം പീരീഡിൽ സാധാരണയായ ഒരു സ്ത്രീക്കും വരുന്നതായതുകൊണ്ട് അത് ഡിപ്രഷൻ്റെ സിംറ്റമാണെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തത് പോസ്റ്റ്പാർട്ടം സൈക്കോസിസിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ് 4 ആഴ്ചകൾക്കുള്ളിൽ തന്നെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങുന്നത്. പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഡെലൂഷൻസ് ടുവേർഡ്സ് ബേബി. ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ തെറ്റായ ദൃഢമായ വിശ്വാസം. ഇത് കുഞ്ഞിനെതിരെയാണ് തോന്നുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കുഞ്ഞിനോട് അതിയായ ദേഷ്യം തോന്നുക, കുഞ്ഞിനോട് അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞ് കാണപ്പെടുക, കുഞ്ഞിനെ ഉപദ്രവിക്കുക. ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന അമ്മമാരെ പറ്റി. ചിലതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന ക്രൂരമായ കൊലപാതകങ്ങളാണ്. പക്ഷെ മറ്റ് ചിലത് ഇതുപോലെ മാനസിക നില തെറ്റിയ അമ്മമാരാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോസ്റ്റ്പാർട്ടം ഡിപ്രഷന്റെ സിംറ്റംസും കൂടെ സൈക്കോസിസിലും കാണപ്പെടാറുണ്ട്. ഇത്തരം തെറ്റായ വിശ്വാസങ്ങൾക്ക് പുറമെ ഹാലൂസിനേഷൻസ് ഉണ്ടാകും. അതായത് റിയാലിറ്റിയിലില്ലാത്ത പലതും അവർ കേൾക്കും, റിയാലിറ്റിയിലില്ലാത്ത പലതും അവർ കാണും. ഒരു വോയിസ് അവരോട് പറയും കുഞ്ഞിനെ ഉപദ്രവിക്കാനായിട്ട്. അങ്ങനെയാണ് ഇത്തരം ഇൻസിഡൻസ് ഒക്കെ നടക്കുന്നത്. ഇനി എന്താണ് ഇതിന് ചെയ്യാൻ സാധിക്കുക, എങ്ങനെയാണ് ഇത് തടയാൻ കഴിയുക?
പോസ്റ്റ്പാർട്ടം ബ്ലൂസ് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാതെ തന്നെ മാറിക്കോളും. അതിൻ്റെ അർത്ഥം അവരെ കംപ്ലീറ്റ്ലി അവഗണിക്കാമെന്നല്ല. ശരിയായ മെൻ്റൽ സപ്പോർട്ടും കൗൺസിലിങ്ങും ഒക്കെ കൊടുത്താൽ മാത്രമേ അത് അതിൻ്റെ ആ ടൈം സ്പാനിനുള്ളിൽ മാറൂ. അതല്ലെങ്കിൽ അത് ഡിപ്രഷനായിട്ടും സൈക്കോസിസൊക്കെ ആയിട്ട് പ്രൊസീഡ് ചെയ്യാം. മെൻ്റൽ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം അമ്മമാരോട് സംസാരിക്കുക. കുഞ്ഞിൻ്റെ പ്രശ്നങ്ങൾക്ക് അമ്മയെ പഴിചാരാതിരിക്കുക. അതുപോലെ അവർ മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് ചെന്നിട്ട് അതിന് കുറ്റപ്പെടുത്താതിരിക്കുക. മൂഡ് ഓഫ് ആയി ഇരിക്കുന്നതിന് അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. ഇതിൻ്റെ കൂടെ ഡയറ്റും എക്സസൈസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിയായ ഡയറ്റ് ഫോളോ ചെയ്യണം. ഡയറ്റിനെ പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എക്സസൈസിനെ പറ്റിയിട്ടും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിയായ ഡയറ്റും എക്സസൈസും ഇതുപോലെ മാനസിക ആരോഗ്യത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ മെൻ്റൽ സപ്പോർട്ട് മാത്രം പോരാ. അവിടെ അത് കുറച്ചുകൂടി നമ്മൾ സീരിയസ് ആയി എടുക്കണം. മരുന്ന് കൊണ്ടുകൂടി നമ്മൾ ട്രീറ്റ് ചെയ്യണം. ആൻറ്റി ഡിപ്രസൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. വളരെ റെയർലി സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ഒക്കെ ചെയ്ത അമ്മമാർക്ക് നമ്മൾ ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി കൊടുക്കുന്നത്, അതായത് ഷോക്ക് അടിപ്പിക്കാൻ കേട്ടിട്ടില്ലേ, അത് ചെയ്യേണ്ടതായി വരും. പക്ഷെ അത് വളരെ റെയറായിട്ട് ആവശ്യം വരുള്ളൂ. കൃത്യസമയത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ മരുന്ന് കൊണ്ടും കൗൺസിലിംഗ് കൊണ്ടും ഒക്കെ തന്നെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനും ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. അടുത്തത് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്. ഇവിടെ ആൻറ്റി ഡിപ്രസൻസ് മാത്രം പോരാ, അവിടെ ആൻറ്റി സൈക്കോട്ടിക് കൂടി നമ്മൾ മരുന്നായിട്ട് കൊടുക്കും. അതിലുപരി കുഞ്ഞിനെ അമ്മയുടെ അടുത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്യണം. അത്തരം ഇൻസിഡൻസ് ഉണ്ടാവാതെ തടയണമെങ്കിൽ നമ്മൾ രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതിൽ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് ട്രീറ്റ്മെൻറ്റിന് വളരെ നല്ല റെസ്പോൺസ് ഉള്ള ഒരു അസുഖമാണ്. അതായത് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറും. പക്ഷേ അടുത്ത പ്രഗ്നൻസിയിൽ ആവർത്തിക്കാനുള്ള സാധ്യത, റിക്കറൻസ് ചാൻസ് കൂടുതലുള്ളതും പോസ്റ്റ്പാർട്ടം സൈക്കോസിസിന് തന്നെയാണ്. പലപ്പോഴും ശാരീരിക ആരോഗ്യത്തിന് ഒരുപാട് പ്രാധാന്യം നമ്മൾ കൊടുക്കാറുണ്ട്. ഡയറ്റും എക്സസൈസിനും ഒക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കാറുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ അത്ര തന്നെ പ്രാധാന്യം മാനസികാരോഗ്യത്തിന് കൊടുക്കുന്ന കണ്ടിട്ടില്ല. ഭർത്താവിനും പാരൻസിനും വരെ മനസ്സിലാക്കാൻ കഴിയാതെ പോകാറുണ്ട് ഇത്തരം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ. എന്തുകൊണ്ട് ഇത്ര ലിറ്ററേറ്റ് ആയിട്ട് കൂടി നമ്മൾ ഇതിൽ കുറച്ച് പിന്നോക്കം നിൽക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. ഇതുപോലെ പോസ്റ്റ്പാർട്ടം ബ്ലൂസും ഡിപ്രഷനും ഒക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലെ ആരെങ്കിലും, സുഹൃത്ത് വലയത്തിലെ ആരെങ്കിലും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഗിവ് മി എ തംസ് അപ്പ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ ഡോക്ടർ ശ്രുതി ജ്യോതി സൈനിങ് ഓഫ് ആൻഡ് ഗുഡ് ബൈ.